ആമിനുമേ 2 വടയും 1 പഴവും ഇപ്പൊ തരാം. ഉമ്മ, മൊയ്തീൻ എവിടെ? റെഡിയായില്ലേ? ഓന്റെ ഒരുക്കം ഇനിയും കഴിഞ്ഞിട്ടില്ല. പെണ്ണുങ്ങളെക്കാ കഷ്ടാ. ചമഞ്ഞിറങ്ങാൻ ഒരുപാട് നേരം വേണം. അയ്യോ, സമയം പോയി. 11 മണിക്കാ ഇന്റർവ്യൂ. ഇപ്പൊ പോയാലേ സമയത്തിനെത്തൂ. ഇവന്റെ ഒരു മുടിഞ്ഞ ഒരുക്കം. ഇപ്പൊ എപ്പിടി? അടിപൊളി. അയ്യോ, അടിപൊളിഞ്ഞോ? എന്നിട്ട് എന്റെ തുന്നി വെക്കാഞ്ഞേ? അല്ലിക്ക, നന്നായിട്ടുണ്ടെന്ന്. കഴിഞ്ഞ ഇന്റർവ്യൂവിന് പോയപ്പോ വേഷത്തിന് മോശമായിരുന്നു. അവന്മാര് ചോദിക്കാ, ചന്തയിലേക്ക് പോണ വേഷത്തിലാണോ ഇന്റർവ്യൂവിന് വരണേന്ന്. സത്യം പറഞ്ഞാ ചന്തയ്ക്ക് പോയി തിരിച്ചു വരും വഴിക്കാണ് ഇന്റർവ്യൂവിന് പോയതും. അയ്യോ, മറ്റേ പണ്ടാരം എവിടെ വെച്ചു? ഇരിക്കണോ? അതല്ലിക്ക, ഇത്. താങ്ക് യു. നീ നോക്കിക്കോ, പടച്ചോനാണ് ഇത്തവണ നിന്റെ ഇക്കാക്ക് ജോലി ഉറപ്പാ. അയ്യോ, ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് വെക്കായിരുന്നു കണ്ണ് കാണാൻ. അല്ലോ, അങ്ങനെ ഈ ഇന്റർവ്യൂവിനും വെറുതെ മെനക്കെട്ടു. തൊണ്ടയിലെ വെള്ളം പറ്റി. സാറുമാര് ജയിച്ചു, നമ്മൾ തോറ്റു. എല്ലാ ഇന്റർവ്യൂ ഇങ്ങനെ തന്നെയാടാ. ഞാനിത് എത്ര എണ്ണം കണ്ടത്. അത് പോട്ടെ, ഇനി എന്താ നമ്മുടെ പരിപാടി? ന്യൂ തിയേറ്ററിൽ നല്ലൊരു ഇംഗ്ലീഷ് സിനിമ കളിക്കുന്നുണ്ട്. എ ഗ്രൂപ്പാ, വേണമെങ്കിൽ പോയി കാണാം. നീ പോയിക്കോ. നിന്നെ കൊണ്ട് ചെറിയൊരു ആവശ്യമുണ്ട്. അത് സക്സസ് ആയാൽ ടിക്കറ്റ് എന്റെ വക. ഓക്കെ? ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഒരു കുട്ടിയെ വേണമായിരുന്നു. കുട്ടിയെ വേണമെന്നോ? അല്ല, ഒരു കുട്ടിയെ വിളിപ്പിക്കണമായിരുന്നു. താൻ കുട്ടിയുടെ ആരാ? എന്റെ പേര് മൊയ്തീൻ മോഹൻ. ഞാൻ കുട്ടിയുടെ കൊച്ചാപ്പാന്റെ ഉമ്മാന്റെ പെങ്ങളുടെ ഭാര്യയുടെ മോള. പേര് രാജലക്ഷ്മി. ഇവിടെ കെമിസ്ട്രി സെക്കൻഡ് ഇയറിന് പഠിക്കുക. എന്താ കാര്യം? കുട്ടിയുടെ അമ്മയല്ല, കുട്ടിയുടെ അമ്മാവൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കാറിൽ കൊണ്ടുപോണ വഴിക്ക് പെട്ടെന്ന് മരിച്ചു. അറ്റാക്ക് ആയതുകൊണ്ട് ആരും വിവരം അറിയിക്കാൻ പറ്റിയില്ല സാറേ. മരിച്ചുപോയി കുട്ടിയുടെ അമ്മാവന് രാജലക്ഷ്മിയെ കാണണമെന്ന് ഒരേ വാശി. നിങ്ങൾ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കരയാതെ. ഇപ്പോഴല്ലേ നമ്മൾ സമ്മതിച്ച പാലിക്കേണ്ടത്. ബി ബ്രേവ് മാൻ. രാജലക്ഷ്മി വിളിപ്പിക്കാം സാർ. രാജലക്ഷ്മി, കുട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ. ആള് വന്നിട്ടുണ്ട്. എന്താ ടീച്ചർ? കുട്ടിയുടെ അമ്മാവൻ മരിച്ചു. അമ്മാവന് മുമ്പ് അസുഖം വല്ലതും ഉണ്ടായിരുന്നോ? അമ്മാവൻ അങ്ങനൊരു മൈ ഡീപ് കണ്ടോളൻസ്. കുട്ടി പോയിക്കോളൂ, പുറത്ത് ആള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓ, എന്താ വിഷയട്ടത്? ഏത് അമ്മാവൻ മരിച്ചു എന്ന് പറഞ്ഞത്? മരിച്ചല്ലോ, നിന്റെ അമ്മാവൻ. അതായത് എന്റെ അച്ഛൻ 15 വർഷം മുമ്പ്. നിങ്ങളുടെ പ്രിൻസിപ്പളിന് തമ്പ്രാനെ കുറിച്ചൊരു വിവരമില്ല കേട്ടോ. ഞാൻ പറഞ്ഞതൊന്നും അയാൾക്ക് മനസ്സിലായിട്ടില്ല. അതെന്താ? മനസ്സിലായെങ്കിൽ രാജലക്ഷ്മിനൊന്നും പറഞ്ഞു വിടില്ലല്ലോ. പിന്നെ എന്റെ കരച്ചലിന്റെ ഗുണം കൊണ്ട് മാത്രമാണ് ഇന്ന് പറഞ്ഞു വിട്ടത്. മതി, വേഗം സ്ഥലം കാര്യാക്ക്. അത് ശരി. കണ്ട, പാലം കടക്കണ വരെ നാരായണ നാരായണ, പാലം കടന്നു കഴിഞ്ഞപ്പോ തൂറായണല്ലേ? ആ പറഞ്ഞ 10 രൂപ. അത്യാവശ്യമാണോ? അത്ര അത്യാവശ്യം. അയ്യോ, 50 രൂപ. വിശ്വട്ട് അല്ലെങ്കിൽ കളി ഇത്തിരി കൂടുതലാ. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടാ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്ക. മര്യാദയ്ക്ക് പറഞ്ഞ വിടില്ലേ? ഇതൊക്കെ ഒരു നമ്പരല്ലേ? നമ്പർ. ഞാൻ പോവാ ക്ലാസ്സിലേക്ക്. എടി രാജി, മോളെ, എന്റെ പൊന്നു മോളല്ലേ, ഏതായാലും നമ്മൾ പുറത്തിറങ്ങി നമുക്കൊന്ന് കറങ്ങാം. ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങിപ്പോ പ്രേമിക്കാനൊരു മൂഡ്. ഞാൻ ക്ലാസ്സിൽ പോവും. ഇനി എന്തിനാ? പുസ്തകം എടുക്കാൻ. കഴിച്ചോടാ കുടുംബനാഥ. എടാ, ഇവൻ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. നാളെ രാമശാരെ കൊണ്ട് കുറച്ച് അമുക്കുരും കോലരക്കും മേടിച്ചു കൊടുപ്പിക്കണം. അയാൾക്ക് അതിനൊന്നും സമയമില്ല. ഏത് നേരം വെള്ളത്തിലാണല്ലോ. എന്താടാ, പാതിരാത്രിയായിട്ട് നിന്റെ ചിട്ടിപ്പിരിവ് തീർന്നില്ലേ? ഒന്നും പറയണ്ട എന്റെ അമ്മ. ചിട്ടി പിടിക്കുന്നവന്മാരൊക്കെ കള്ളന്മാരാ. നമ്മുടെ രണ്ടാം പാപ്പാൻ ശങ്കരൻകുട്ടിയില്ല നീർക്കോലി, കാശ് മേടിച്ച് അന്ന് മുങ്ങിയതാ, പിന്നെ പൊങ്ങിയിട്ടില്ല. അത് ഗോപി. പിന്നെ ഞാൻ അവനെ കൊണ്ട് ഗോപി അർപ്പിക്കും. നാളെ രാവിലെ ഞാൻ കാശിന്റെ മേടിക്കമ്മേ. നീ കണ്ടോ? നടന്നത് തന്നെ. മോനെ,
ആ കുട്ടിയാലി നബീസയ്ക്ക് ഒരു ആലോചന കൊണ്ടുവന്നിട്ട് എന്തായി? നടക്കാത്തൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? ഗൾഫ് കേസാ, എടുത്തു കൊടുക്കാൻ പൊന്നും മണം വേണ്ടേ? അതൊക്കെ നടക്കൂടാ. എത്രയാ അവര് ചോദിക്കുന്നത്? 25 പവനാ. കളിക്കണ കളിയാ? ഈ ചിട്ടിയും വട്ടിയുമായി നടക്കണം നമ്മളെ കൊണ്ട് അതിന് പറ്റുമോ? എന്തായാലും നീ വിട്ടുകളയണ്ട, ആലോചന നടക്കട്ടെ. കൊള്ളാവുന്നതാണ്, നമുക്ക് നടത്താം. എടാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന്. ഇത്രയും കാശ് എവിടെ നിന്ന് ഉണ്ടാക്കാനാ? രാമശാരി കുറച്ചു ദിവസമായിട്ട് പറയുന്നുണ്ട്, അപ്പൂനെ കൂപ്പിൽ പണിക്കയച്ച ദിവസം ഒരു 10,500 രൂപ കൂലി കിട്ടുമെന്ന്. നമുക്കതൊന്നും നോക്കിയാലോ? ഏയ്, അതൊന്നും വേണ്ട. അപ്പൂന് ചെയ്ത് ശീലാത്ത പണിയല്ലേ. അതൊക്കെ ശരിയായിക്കോളും. നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. അല്ലടാ അപ്പൂ? കൂപ്പില് പട്ട കിട്ടൂടാ. അവിടെ നല്ല പനമ്പട്ട കിട്ടും. ആ പട്ടയല്ലടാ പൊട്ട. അവിടെ ഞാൻ എന്നോട് പറഞ്ഞല്ലോ. അതെയോ? ഇപ്പോഴെങ്കിലും കൂപ്പി പോകാൻ സമ്മതിച്ചിട്ടത് ഭാഗ്യം അല്ലടാ അപ്പൂ. ആശാന്റെ സമയം തെളിഞ്ഞെന്നാ തോന്നുന്നത്. എന്റെ സമയമല്ല, കൊതുകിന്റെ സമയം തെളിഞ്ഞു. അയ്യോ, കാലമടം വരുന്നുണ്ട്. രാമേശ്വരേ, നമ്മുടെ ശങ്കരൻകുട്ടി അവിടെ പോയി. ശങ്കരൻകുട്ടിയോ? ഏത് ശങ്കരൻകുട്ടി? എന്റെ ഒളിച്ചോടി പോയി അമ്മായിയുടെ മോൻ. അവൻ തൂങ്ങിച്ചത്തില്ലടാ. അതെ, ഉറക്കം തൂങ്ങിയാ മരിച്ചേ. ഒടിയന്റെ മുമ്പിൽ മായം കളിക്കില്ലേ? സഞ്ചി കാണു. സഞ്ചി അതല്ല. എന്താടാ? നീ ഇവിടെ വന്നിരിക്ക? ഞാൻ വിചാരിച്ച ആനയുടെ വാലായിരിക്കുന്നു. ചെട്ടിപ്പിടിച്ചിട്ട് അടക്കാണ്ട് മുങ്ങി അടക്കണല്ലേ? നിവർത്തില്ല ചേട്ടാ മൊയ്തീനെ. ഇനി ഞാൻ മുടങ്ങാതെ അടച്ചോളാം. നീ എന്താ വല്ല കളവിന് പോണ്ടോ? അടുത്ത ആഴ്ച മുതൽ കാശ് കിട്ടും. ഞങ്ങൾ കൂപ്പിലെ പണിക്ക് പോവാ. നീ മണി കോപ്പിലെ പണിക്കാ പോവാ. തിരിക്കാണ്ട് ചെട്ടി അടക്കണ. എന്നാ ഇത് കൂടെ അയച്ചിട്ടാ. അതെ, ഇവൻ കാശ് തന്നില്ലെങ്കിലേ ഞാൻ കാശ് തരില്ല. എന്താ രാമശാരേ, പോവാറായില്ലേ? എന്നാ അധികം വൈകിക്കണ്ട. രാഘാലം തുടങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിക്കോളൂ. ഇറങ്ങായി. ഇപ്പൊ തന്നെ ഇറങ്ങിയാ രാത്രി ആവുമ്പോഴേക്കും ചെല്ലാലോ. അപ്പുനെ നന്നായി നോക്കണം. ഉവ്വ്. ഇടയ്ക്ക് ശർക്കരയും പഴമൊക്കെ വാങ്ങി കൊടുക്കണം. കൂപ്പിൽ ഇഷ്ടം പോലെ പട്ട കിട്ടുമല്ലോ. അല്ല, പനമ്പട്ട. അത് പോരാ, മുതിര ദിവസവും വേവിച്ചു കൊടുക്കണം. പണിയെടുക്കേണ്ടതല്ലേ?